ഹായ് ഗായ്സ്, അങ്ങനെ നമ്മളിവിടെ വാഗമണ്ണെത്തിയിരിക്കുകയാണ്. ഹലോ ഗായ്സ്, നാസിസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ ഇൻട്രോയിൽ ഷമീമ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വാഗമണ്ണ് ടൂർ പോവുകയാണ്. ഇവൾ കുറേ നേരം എൻ്റെ കാല് പിടിച്ച് ഓക്കെ ഇൻട്രോ പറയണം വരും, അങ്ങനെ സമ്മതിച്ചതാ. അപ്പോൾ നമ്മൾ ഈ ട്രിപ്പ് കുറച്ച് നാൾ മുന്നേ പോയതാണ്. ഇടാൻ കുറച്ച് വൈകി, എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി. വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള മടിയോണ്ട് എന്തായാലും വീഡിയോ വന്നല്ലോ, നമുക്ക് കാണാം. ട്രിപ്പ് രാവിലെ 5 മണിക്ക് പുറപ്പെട്ടു. കയറിയ തൊട്ട് ഡാൻസാണ്. ഞാൻ അങ്ങോട്ട് വീഡിയോ എടുക്കുമ്പോൾ എന്നെ ഇങ്ങോട്ട് വീഡിയോ എടുക്കുന്ന അഫ്സ മേഡം, വി ഫോർ വിക്ടറി. ട്രിപ്പിൻ്റെ ഇടയ്ക്ക് കേൾക്കാൻ പറ്റിയ മാസ്റ്റർ പീസ് ഐറ്റം. ആ മാസ്റ്റർ പീസ് ഐറ്റത്തിനാണ് എല്ലാവരും വെയിറ്റിംഗ്. വേൽമുരുക അങ്ങനെ എത്തി. അലിനും ഹെന്നൊക്കെ ഭയങ്കര എനർജിയിലാണല്ലോ. ഇതാണ് ശില്പ, ലാലു, റാമി. ഭയങ്കര നാണ. കാണാം, കുറച്ച് നേരത്തൊക്കെ ഉണ്ടാവും. കണ്ട എനർജി കണ്ട. എല്ലാവരും ഫുഡിന് വേണ്ടിയില്ല വെയിറ്റിങ്ങാ. അതിൻ്റെ ഇടയ്ക്ക് പോക്കർ ചോദിക്കുക ഇവിടെ പൊറോട്ടയും ബീഫും കിട്ടുമോ. വെജ് ഹോട്ടലാണേ. നമ്മൾ ഫുള്ള് പാക്കേജ് എടുത്തതുകൊണ്ട് ബസ്സുകാർ വന്നിട്ട് പറഞ്ഞു മസാല ദോശ, നെയ് റോസ്റ്റ്. ഓക്കെ സോ ഗൈസ്, അപ്പോൾ ട്രിപ്പിൻ്റെ ഇടയ്ക്ക് എൻ്റെ ചിലവാണ്. എല്ലാവരും ഐശ്വര്യ ഹായ്. ഇപ്പോഴാണ് വെളിച്ചത്ത് കാണുന്നത്. വളരെ നാച്ചുറലായി ആക്ടി. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ ഓളൊരു ഇളിച്ച ചിരി കണ്ട. വളരെ ശാസ്ത്രീയപരമായി ഫുഡ് കഴിക്കാം എന്ന് കാണിക്കുകയാണ് നമ്മുടെ സ്വന്തം അജു. ആരോടും പറയണ്ട, IV ആണല്ലോ. കുറച്ച് നേരം കമ്പനി വിസിറ്റ് ചെയ്ത് വേഗം ഇറങ്ങി ഓടി. ഇനി നേരെ വാഗമണ്ണിൽ ആ സമയത്ത് നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. നല്ല കോടയും നല്ല മഞ്ഞൊക്കെ ആയിട്ട്. ഷമീമ ഇപ്പൊ ശരിക്കും വാഗമണ്ണെത്തി. സോ ഗൈസ്, നമ്മൾ വാഗമണ്ണെത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നേരെ പൈൻ ഫോറസ്റ്റിലേക്ക് പോയി. ഇവിടെയാണ് ടെസ്റ്റ്. എനിക്ക് ക്യാമറമാൻ ഒന്ന് ജസ്റ്റ് ചേഞ്ച് ആവും. നമ്മുടെ സ്വന്തം ജിബിനാണ് ഇന്നെൻ്റെ സാരഥി. പൈൻ ഫോറസ്റ്റ് മുഴുവൻ പൈൻ ട്രീ ആണല്ലോ. എന്നാ ചളിയാടേ. അതെ ചളി തന്നെ, ആരും തെറി പറയരുത്. ഇവിടെ നല്ല വൈബായിരുന്നു. അടിപൊളി വൈബ് എന്ന് പറഞ്ഞാൽ അടിപൊളി വൈബ്. ആ പാറക്കല്ല് വെച്ച പാതയിലൂടെ ആ നടന്ന നടത്തം എൻ്റെ അമ്മോ ഓർമ്മിപ്പിക്കല്ലേ. കുറച്ചാളെല്ലാം അവിടെ മുകളിൽ ആ ഒരു വഴി കയറി. ഞാൻ പിന്നെ സാഹസികമായി കുറച്ച് മുമ്പോട്ട് പോയി നല്ല സേഫ് സോൺ കണ്ടപ്പോൾ അതുവഴി മേലെ കയറി. എന്ത് മനോഹരമായ പൈൻ ഫോറസ്റ്റ്.
സ്ലോ മോഷനിലെ നടത്തം കണ്ടോ? ബിഗ് ബിയിലെ ബിലാൽ ഖാനെ ഓർമ്മിക്കുന്നല്ല, ആരായാലും സ്ലോ മോഷനിലേ കയറി വരാൻ പറ്റും. എങ്ങോട്ടാ കയ്യും പിടിച്ച്? ഗൈസ്, നമ്മളിപ്പോൾ വാഗമണിൽ പൈൻ ഫോറസ്റ്റിലാണുള്ളത്. അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലം. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. കളിച്ചിട്ടേ ഒന്നും പറയാൻ പറ്റുന്നില്ല. ഇത് ഞാൻ വീഡിയോ ആണ് നോക്കിയപ്പോൾ നമ്മുടെ സാർ എന്നെ ഒന്ന് ചെറുതായിട്ട് ട്രോൾ ചെയ്താ, ബ്ലോഗർ എന്ന് പറഞ്ഞ്. ഒരു പണി വരുന്നുണ്ട് അവറാച്ചാ. ഗ്രൂപ്പിക്കൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഈ സീന്. നെഹലെ അട്ട കടിച്ചു. അവളെ പേടി കണ്ടാൽ തോന്നും പാമ്പാ കടിച്ചെന്ന്. അട്ടയുടെ കാര്യം പറഞ്ഞപ്പോൾ സനലെ സുഖല്ലേ? ആരുമില്ല എൻ്റെ ബാക്കിൽ, ഞാൻ പോന്നു. അങ്ങനെ പിന്നെയും ബസ്സിൽ കയറി ഡാൻസ് വീണ്ടും തുടങ്ങി. ഇപ്രാവശ്യം ഒരു വ്യത്യാസമുണ്ട്, അമൃതയുടെ പാട്ടുമുണ്ട്. പിന്നെ ഒരുപാട് നിർബന്ധിച്ചപ്പോൾ ശാന്തി മിസ്സും ഒരു പാട്ട് പാടി. ഗുജറാത്തി കഥള കെട്ടിയ മലയാളി പെൺ നാണു ഞാൻ പഞ്ചാബി. ഇയാൾക്ക് പാടാനറിയോ? നെക്സ്റ്റ് ഉച്ചക്ക് ബിരിയാണി കഴിക്കാൻ നമ്മളൊരു സ്ഥലത്തെത്തി. ബിരിയാണിയുടെ വീഡിയോ എടുക്കാൻ മറന്നു. ആ വിശപ്പുകൊണ്ട് ഞാൻ അപ്പാട് അടിച്ചു കയറ്റി. ഇനിയാണ് ഞങ്ങൾ പോകാൻ പോകുന്നത്. ഇനി പോകുന്ന സ്ഥലമാണ് അടിപൊളി വൈബുള്ള ആ ഒരു അടിപൊളി സ്ഥലം. ഞാൻ പോയത് വെച്ച് ഏറ്റവും അടിപൊളി വൈബുള്ള സ്ഥലമായിരുന്നു തങ്ങൾപ്പാറ. എന്താ ഫീല്! ഒരു മുസ്ലിം മക്ബറ ഉള്ള ഒരു ചെറിയ പ്ലേസാണ് ആ ഒരു സ്ഥലം, തങ്ങൾപ്പാറ എന്ന് പറയുന്നത്. എന്നാലും ടൂറിസ്റ്റുകൾക്കൊക്കെ അവിടെ പോകുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല. 2500 ഫീറ്റ് എബോവ് ആണ് ഈ പാറ സ്ഥിതി ചെയ്യുന്നത്. അഫ്ഗാനിസ്ഥാനിൽ നിന്നും വന്ന ഒരു സൂഫി സന്യാസിയായ ഷെയ്ഖ് ഫരീദുദ്ദീൻ 800 വർഷം മുന്നേ ഇവിടെ ജീവിച്ചിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്.
ഞാൻ വലിയ ചരിത്രം പറയാനൊന്നും ആളായിട്ടില്ല, എന്നാലും അറിഞ്ഞിരിക്കാമല്ലോ. അപ്പൊ ഗൈസ് നാസിസ് വ്ളോഗ്സിന്റെ വ്ളോഗല്ല, നമ്മൾ കയറുന്ന സമയത്ത് മഴയൊന്നും ഉണ്ടായിക്കില്ല. പകുതി വെച്ച് മഴ പെയ്തു. എല്ലാവരും ആ കയറുന്ന ആ ഒരു ഫീല്, ആ ഫുൾ മഴയും കൊണ്ട് എല്ലാവരും ആ മഴയത്ത് തന്നെ അങ്ങോട്ട് കയറി. അതാണ് മോനെ വൈബ്. മഴ നനയാതെ കയറിയവരുമുണ്ട് കുടയൊക്കെ പിടിച്ച്. അവരാണ് പിന്നെ പനി വന്ന് വീട്ടിൽ കിടന്നത്, അത് വേറെ കാര്യം. എൻ്റെ പൊന്നോ, ഇമ്മാതിരൊരു പാറ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കയറിയിട്ട് തീരുന്നില്ല. എടാ എന്തൊരു കോടയാണ്. ഞാൻ ക്യാമറ ഓണാക്കി പാവ ചുമ്മാനെ ഓടി. അപ്പൊ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്, ഏതോ ഒരു മലന്റെ മുകളില്. അയ്യോ, ഇത് ഈ പാറമ കാണുന്ന ഈ മഞ്ഞ എയറും ഇല്ലേ, അത് നോക്കി നമ്മൾ കയറിയാൽ മതി. അപ്പോൾ കയറുമ്പോൾ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി തിരിച്ചിറങ്ങണ്ടെന്നാണ് ഞാൻ ഈ ഇടക്കിടക്ക് തിരിഞ്ഞു നോക്കുന്നത്. അടിപൊളി തണുപ്പും നല്ല അടിപൊളി മഴയും. അതിൻ്റെ മുകളിൽ കുറേ പാറ ഉണ്ട്, അവിടത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഞാൻ പറയുന്ന ഒരിക്കലെങ്കിലും വാഗമണ്ണ് പോയാൽ തങ്ങൾപ്പാറ വിസിറ്റ് ചെയ്യുക. അടിപൊളി സ്ഥലമാണ്, എല്ലാവരും വിസിറ്റ് ചെയ്യുക.
അങ്ങനെ തങ്ങൾപ്പാറയിൽ നിന്ന് നമ്മൾ നേരെ താഴത്തേക്ക് ഇറങ്ങി. ഫുഡൊക്കെ കഴിച്ച് വീണ്ടും ബസ് കയറി, വീണ്ടും ഡാൻസ്. ഇത് അവസാനത്തെ ഡാൻസ് ആയിരുന്നു. അപ്പോൾ കോളേജ് എത്തുന്നവരെ നമ്മൾ ഡാൻസ് കളിക്കാമെന്ന് വിചാരിച്ചു. കോളേജ് ലൈഫിലെ ഈ ഒരു കോളേജ് ടൂർ എന്ന് പറയുന്നത് എല്ലാവർക്കും അത് പ്രഷ്യസാണ്. ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഒരുപാട് പേർക്ക് കോളേജ് മിസ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഇപ്പോഴേ മിസ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇപ്പോഴല്ലേ മിസ് ചെയ്യുന്നുള്ളൂ. എന്തിനൊക്കെയോ പറയുന്നുണ്ട് ഞാൻ. ഈ ഒരു ലൈഫും ഈ ഒരു ജോളിയും ഇനി എന്നാണാവോ. രാത്രി ആയപ്പോൾ കുറേ ആളെല്ലാം എനർജി കൂടി എഴുന്നേറ്റ് ഡാൻസ് കളിക്കാൻ തുടങ്ങി. രാവിലെ തൊട്ട് ഒരു ഡാൻസ് പോലും കളിക്കാത്ത നിർമ്മൽ വരെ ഡാൻസ് കളിച്ചു. നിഖിൽ സാറും പൊളിയാണ്. നിഖിൽ സാറും ലാസ്റ്റ് വന്ന് 2 സ്റ്റെപ്പ് ഇട്ടു. അങ്ങനെ ബിടെക് പഠിച്ച് 4 വർഷം കഴിഞ്ഞു. കിട്ടിയതോ ഈ അടിപൊളി സുഹൃത്തുക്കളെയും നല്ലൊരു ബിഗ് ഫാമിലി. മറക്കില്ല ഒരിക്കലും ഈ ട്രിപ്പും നിങ്ങളെയും. അങ്ങനെ പറഞ്ഞ് പോവല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഓക്കേ.